അപ്പോ പൊളിക്കാനും പൊളിച്ചെടുക്കാനും ഗെയിം തെറാപ്പിസ്റ്റിനായിട്ട് വീഡിയോക്ക് എല്ലാവരും ചേർന്ന് അഗെയിൻ നമ്മൾ തന്നെയൊക്കെയാണ് ക്രൈം സിമുലേറ്റർ. പക്ഷെ നമ്മുടെ കൂടെ നിന്നുള്ള ന്യൂ മാസ്റ്ററാണ്. യെസ് ബ്രോ, ഇങ്ങനെ മറ്റേ മോഷണൊക്കെ ശീലണ്ടാ? ഞാൻ അത് പഠിക്കാൻ വേണ്ടി വന്നേക്കനെയാണ്. ഞാൻ ഇങ്ങനെ നമ്മൾ ഇതിന്റെ ഒരു മാസ്റ്ററാണ്. നമ്മളിവിടെ ഒരു കോഴ്സ് ഒക്കെ ഉണ്ട്, ഫ്രീ കോഴ്സ് ആണ് ബ്രോ. ഒരു ചോര തുപ്പിയ മരിച്ചേ. സോ നമ്മക്കുണ്ടല്ലോ, നമ്മളല്ല ഇതിലെ, ഞാനല്ല ഇതിലെ മെയിൻ. ഞാൻ ഇതിൽ വെറൊരു പഠിപ്പിക്കുന്ന ആള് മാത്രം. നമ്മളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് പഠിപ്പിച്ചു തരും, ആശാൻ, അത്രേ ഉള്ളൂ. പക്ഷെ നമ്മുടെ ശരിക്കുള്ള ബോസ് ആരാന്ന് ബ്രോനെ അറിയണ. നമുക്ക് ബ്രോ ഈ വണ്ടിയുടെ മുകളിൽ കയറി, ഈ കാറിന്റെ മുകളിൽ കയറി, എന്നിട്ട് ഈ മതിൽ ചാടി രക്ഷപ്പെടാൻ നോക്കി ഇവിടുന്ന്. ഈ മതിൽ ചാടി രക്ഷപ്പെടും ഇവിടുന്ന്. വേഗം ഓടിക്കോ, ഓടിപ്പോക്കോ. പൊക്കോ പൊക്കോ. അങ്ങനെ ഇവിടുന്ന് രക്ഷപ്പെടാൻ പറ്റില്ല. നമ്മളല്ല, നമുക്കൊരു ബോസ് ഉണ്ട്. അതായത് നമ്മൾ ജയിലിൽ പെട്ടുപോയി. ഇനിയിപ്പോ ജയിലിൽ നിന്ന് രക്ഷപ്പെടണമെങ്കിൽ നമ്മളിപ്പോ ഒരു ബോസിന്റെ അടുത്ത് വന്നിരിക്കുക. ആള് പറഞ്ഞിട്ട് നമ്മളെ സൈഡിൽ കണ്ട $2500. അതാൾക്ക് അതിനുള്ള പൈസ എടുത്തിട്ട് ഈ പെട്ടിയിലിട്ട് ആൾക്ക് കൊടുക്കണം. അങ്ങനെയാണെങ്കിൽ അതെ 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 2500 ആക്കി കഴിഞ്ഞാൽ അയാള് നമ്മളെ കൊല്ലാണ്ട് വിടും. ഏത് 2 ദിവസം ലെഫ്റ്റ് ഉള്ളൂ. ഇല്ലേ നമ്മൾ ഇവിടെ തന്നെ വെച്ച് വെടി വെച്ച് കൊല്ലും. നമുക്ക് വീടൊക്കെ കൊള്ളടിക്കലാണ് നമ്മുടെ പരിപാടി. എന്റെ കയ്യിലൊരു സിമ്പിൾ ലോക്ക് പിക്ക് ഉണ്ട്, കണ്ടില്ലേ? അല്ലല്ല, സ്ക്രൂ ഡ്രൈവർ അത്. സോ നമുക്ക് ഞാൻ വിചാരിക്കണേ ഇവിടെ ഒരു ടെക്സാസ് ട്രെയിൻ സ്റ്റേഷൻ ഉണ്ട്, ഇവിടെ പോയിട്ടൊരു ഹെയ്സ് അങ്ങ് നടത്തിയാലോ എന്നാ. ഓ, ഇവിടത്തെ പ്ലാൻ അടിപൊളിയാ. നമ്മളവിടെ പോയിട്ട് സാധനങ്ങൾ എടുക്കണം എന്നാ പറഞ്ഞ, വാല്യൂബിള്. ടെക്സാസിൽ പോയിട്ട് പ്ലാൻ ഇല്ലേ നമ്മുടെ കയ്യില്? പ്ലാൻ വേണമെന്നാണല്ലോ പറയണേ. നമുക്ക് അൺലോക്ക് ചെയ്യാം. ഓ, പൈസ പോയി കേട്ടാ, കയ്യിലുണ്ടായിരുന്ന പൈസ പോയി. അല്ലല്ല, അത് ഞാൻ റെഡിയാക്കി തരാം, അതറിയാമെങ്കിൽ. ഇപ്പൊ നമ്മുടെ കയ്യിൽ പൈസ ഇല്ല, അതാണ് പ്രശ്നം. ഐറ്റം വാങ്ങാൻ പറ്റും. ഇപ്പൊ എന്തായാലും നമുക്ക് എന്നാ ഇവിടെ തന്നെ പോവാം. ഒരു ടൗൺ ഉണ്ട് എനിക്കറിയണേ, അവിടെ ഒരു സാധനം ഞാൻ ചെയ്തു വെച്ചിട്ടുണ്ട്. നേരത്തെ പോയിട്ടുള്ളതാ ഞാൻ. പക്ഷെ ഒരു കാര്യമുണ്ട്, നമുക്കൊരു ജോബ് അക്സെപ്റ്റ് ചെയ്യാം. ഇവിടെ ജോബ് ഉണ്ട്. ജോബില് നമുക്ക് മാർക്കിന്റെ വീട്ടില് ഒരു സാധനം അടിച്ചു പൊട്ടിച്ച് കഴിഞ്ഞാൽ $250 കിട്ടും പറയണ. ലെറ്റ്സ് ഗോ. പൈസ കുറവില്ല, പക്ഷെ എന്ത് ചെയ്യാനാ ബ്രോ, നമുക്ക് കഞ്ഞി കുടിച്ച് പോണ്ടേ. മാർക്കിന്റെ വീട്ടിലെ ഫ്രണ്ടില് ഒരു ക്രിസ്മസ് അപ്പൂപ്പൻ പോലത്തെ സാധനം ഇരിക്കുന്നുണ്ട്. അത് നമ്മൾ അടിച്ചു പൊട്ടിക്കണം, വേറെ ഒന്നുമില്ല. അത് അടിച്ചു പൊട്ടിച്ച് $250. നമുക്ക് $2500 ആക്കണല്ലോ. അതെ, കഴിഞ്ഞ വട്ടം ഞാൻ ഇതുപോലെ ഒരു പ്ലാൻ ചെയ്ത് പോയിട്ട് എനിക്ക് നടന്നില്ല. ബ്രോന്റെ കൂടെ ചിലപ്പോ നടക്കുമോ നോക്കാം നമുക്ക്. ഇവിടെ എനിക്ക് ഈ സിറ്റിയിൽ അറിയണ ഒരു പുള്ളിയുണ്ട്, ആളെ വീട് ഞാൻ കാണിച്ചു തരാം. ആളെ വീട്ടിൽ ഇഷ്ടം പോലെ സാധനങ്ങളാ വില പിടിപ്പുള്ളത്. അവിടുന്ന് മോഷിക്കാൻ പറ്റി കഴിഞ്ഞാൽ രക്ഷപ്പെട്ടു. ആളെ വീട്ടിൽ നിന്ന് തന്നെ $2500 സാധനം കിട്ടുന്ന എനിക്ക് പോണേ. വന്ന് വാ 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 വാ. ടൂളിന്റെ ആവശ്യമൊന്നുമില്ല ഇപ്പൊ, ടൂളൊന്നും ആവശ്യമില്ല എനിക്ക്. അതെ, പതുക്കെ നടക്കാൻ ക്രൗച്ച് ചെയ്താ മതി. നമ്മള് പിന്നെ ഇവിടെ എത്തുമ്പോ ഇവര് കാണിക്കും ഇത് ആരുടെ വീടാന്ന്. ഇത് ആരുടെ വീടാ? അലന്റെ വീടാ. കണ്ട, നമുക്ക് അവിടെ ഒരു മാർക്കിങ് കണ്ട ബ്രോ? അതടിച്ചു പൊട്ടിക്കണം. ഒയ്യോ, കൊറേ ഉണ്ടല്ലോ. പിന്നെ ഒരു കാര്യണ്ട്, പോലീസ് വന്നാൽ ഞാൻ വഴി പോക്കാനാണ്. എനിക്ക് ബ്രോനറിയില്ല. നമ്മളങ്ങനെ നടക്കുന്നില്ല. ശരി, നമ്മളിങ്ങനെ പോയി പതുക്കെ. മാർക്ക് ഇവിടെ ഉണ്ടോന്നറിയില്ല. അതെ അതെ അതെ, ഒരു മിനിറ്റ്. അല്ലാണ്ട് നമുക്കൊരു തുറന്നില്ലല്ലോ ബ്രോ. അല്ല, അറിയാത്തവരെ മതി. എന്തൊക്കെയുണ്ട് ബ്രോ, സുഖല്ലേ? ആളങ്ങോട്ട് പോയി. ഓക്കെ, ഒരു കാര്യം മനസ്സിലായില്ലേ, നമുക്ക് ഈ വീട്ടിൽ കയറാൻ പറ്റില്ല. അപ്പൊ നമ്മൾ ആദ്യം ആര്യ ഒരു പാവാ, ആര്യയുടെ വീട്ടിൽ കയറി എന്തെങ്കിലും മോഷിച്ചിട്ട് ആ പൈസക്ക് നമ്മള് ഇത് വാങ്ങേണ്ടി വരും. ഇവിടെ ഇരിക്കണം $50 സെറ്റ്. ആര്യയുടെ ഓർക്ക് ഇവിടെ വെച്ച് മറന്നു. അതെ, ക്രൗബാർ കിട്ടി ആര്യയുടെ വീട്ടിൽ നിന്ന്. പറ്റും. ക്രൗബാർ വെച്ചിട്ട് നമുക്ക് ഈ വീടിന്റെ വല്ലതും പൊളിക്കാൻ പറ്റും തോന്നുന്നു. പൊളിക്കാം. ഓണർ പുറത്തേട്ട് പോയിക്കോ. ആ അമ്മച്ചി മാത്രമേ വീടിന്റെ അകത്ത് ഉണ്ടാവുള്ളൂ. ഓടിക്കോ. അതൊക്കെ അറിയാത്ത പോലെ അയാള് തിരിച്ചു വന്നോട്ടാ. അല്ലല്ല, അത് ശരിയല്ല. നമുക്ക് ഇവിടെ അറിയാത്ത പോലെ എന്നിട്ട് നമുക്ക് അതിന്റെ ഉള്ളിൽ കയറാം. അയ്യോ, ഇവിടെ ഇവരുണ്ട് കേട്ടാ. ഞാൻ പുറത്ത് നടക്കണു.
ഇവനൊക്കെ രാത്രി ഇവിടെ നടക്കേണ്ട ആവശ്യം എന്താ? അവന്റെ വീട്ടിൽ കയറി വന്നിട്ട് അവനത് കയറി നടക്കണ എന്തിനാന്നോ? അതും ശരിയാ. അമ്മൂമ്മത് ഇവിടെ ഒരു തിരിക്കണു, അപ്പൂപ്പന്തേ അവിടെ ഇരിക്കണു. സീനാട്ടാ, ഇവര് എണീറ്റ് പോണം. അവര് ഈ നേരത്തെ ഗാർഡനിൽ പണിയെടുക്കണ ബ്രോ. ഈ നേരത്തെ രാത്രി 1 മണിക്ക്. 12. സത്യാലോ. അപ്പൊ എന്തോ ഒരു നിഗൂഢത ഉണ്ട് കേട്ടോ അവിടെ. മറ്റേ ജോർജ് കുട്ടീനെ കുഴിച്ചിടാൻ പോയ പോലെ. ഇപ്പൊ എങ്ങനെ നമുക്ക് അവന് ബോറടിച്ചാലും അവൻ പാട്ട് പാടാൻ എനിക്കറിയാം. ഇത് ആദ്യമായിട്ടൊന്നും അല്ലല്ലോ. അതെ നമ്മളൊരു വീട്ടിൽ പോകുമ്പോ എക്സ്പീരിയൻസ് ഉണ്ട്. ഈ ചേച്ചി കാണാണ്ട് ആക്ച്വലി പോവാൻ പറ്റും നമുക്ക്. അയ്യോ കണ്ട്. അവണീറ്റ് പോയി കേട്ടാ. അമ്മച്ചി എന്തോ പറയണ്ടല്ലോ. അറിയില്ല. ഡോറ് തുറക്കണ സൗണ്ട് കേട്ട് അകത്ത് കയറി. അമ്മച്ചി പോയി കേട്ടാ. കുനിഞ്ഞു പൊക്കോ പതുക്കെ പൊക്കോ. അവന് പോയി. 1 മിനിറ്റ് അടിച്ചു പൊട്ടിച്ചേട്ടാ. പൊട്ടിക്ക്. ഒരെണ്ണം പൊട്ടിച്ചു. അവര് കേക്കില്ല. ഉറങ്ങി. ഞാൻ എന്തായാലും ജോബ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ ബ്രോ, നമ്മളെന്തായാലും ആ സാധനം പൊട്ടിച്ച് നമുക്ക് $640 ഉണ്ട്. പക്ഷെ ഒരു കാര്യം, 1 ദിവസം ലെഫ്റ്റ് ഉള്ളൂ. നമ്മളിപ്പോ കൊല്ലും. വേറെ എന്തെങ്കിലും ജോബ് അക്സെപ്റ്റ് ചെയ്യാം നമുക്ക്. ഞാൻ 2 എണ്ണം എടുത്തിട്ടുണ്ട് കേട്ടാ. കേറ്റിന്റെ വീട്ടില് ജനലടിച്ച് പൊട്ടിക്കണം. അങ്ങനെ ചെറിയ പണികളാ. പോവാം. 2 കൂടി ഒരു $100 കിട്ടും. പക്ഷെ എന്നാലും $2500 ആക്കണം. ഈ വലിയ വീട് കണ്ട ബ്രോ, ഇത് ഇവിടുത്തെ എന്താ വലിയ മുതലാളിയാ. ആ വീട്ടിൽ കയറി കഴിഞ്ഞാൽ എന്താ വണ്ട സാധനം കിട്ടും. അല്ലെങ്കിൽ ഒരു വീടിയുണ്ട്, ഇവനെ കൊന്നാ മതി. എന്റെ ഒരു സാധനം ഉണ്ട്. വാ, ഇവന്റെ കടയിലുള്ള ഐറ്റംസ് ലക്ഷക്കണക്കിന് രൂപയുടെയാ. ഒരു കാര്യമുണ്ട്, ഇവനെ കൊന്നിട്ടില്ലേ ബ്രോ, ആ കാണുന്ന ലോറി വേഗം കയറി പോകണ്ട, പോലീസ് വരും. വാ ഒറ്റയടിക്ക് ചെത്താ. അയ്യോ എല്ലാരും ഇവന്റെ കടയിലുള്ള ടൂളൊക്കെ എടുക്ക്. അയ്യോ ബ്രോ എല്ലായിടത്ത്. അല്ലല്ല നല്ലവനല്ല, ഇവൻ തിരിച്ചു വരും. എടുക്കാൻ പറ്റുന്ന എല്ലാം എടുത്തോ സാധനങ്ങള്. കയ്യില് കൊള്ളത്തെ എല്ലാം എടുക്ക്. ഇല്ല പോലീസ് വന്നില്ല. എന്താന്നറിയില്ല. ഇവിടെ എന്തോ പാസ്വേഡ് അടിക്കാനുണ്ട്. $500 പീസി കിട്ടിയോളൂ. ബ്രോ അവൻ നീറ്റ് കേട്ടാ. ഒന്നോടെ ബോധം എടുത്തു. ചാവടാ. ഇതെവിടെ കൊണ്ടുവന്ന് വിൽക്കണേ? ഓടിക്കോ. 911 വിളിച്ചിട്ടുണ്ട്. പോലീസ് വന്നല്ലേ. ഒരു കാര്യണ്ട്, ഇവിടെ ഇവ പെണീക്കും. ഇവൻ തുറന്ന ടൈമിൽ കയറണം ബ്രോ. $50 സാധനം കിട്ടി. നിൽക്കില്ല ഇപ്പൊ പെണീക്കും. അയ്യോ അവനെ പുറകുവല്ലോ. ഞാനല്ല. പോലീസിനോട് കിട്ടിയതും കൊണ്ട് ഓടിക്കോ ബ്രോ. കിട്ടിയതും കൊണ്ട് ഓടിക്കോ. അയ്യോ പോലീസുകാര് വന്ന് അയാൾ നോക്കണ്ടോ. അങ്ങോട്ട് തിരിഞ്ഞോ. നമ്മുടെ ബസ് കൊണ്ടുപോയി. അല്ലല്ലോ കിട്ടി. എന്തേലും ഞാനവിടെ മേടിക്കും. ഗ്യാസ് ക്യാൻ അവിടെ കിട്ടിയത്. അയ്യോ ലാസ്റ്റ് ആയാ നമ്മുടെ. ഞാൻ അവന്റെ കടയിൽ നിന്ന് അല്ല വണ്ടിന്ന് എല്ലായിടത്തും ഇട്. ഇത് ലാസ്റ്റ് ഡേ ആന്ന്. ഇത് കഴിക്കാം. അയ്യോ കണ്ട ഇനി ഇത്തിരി കൂടെ ഉള്ളൂ. നമുക്ക് ഇന്ന് രാത്രി. അതെ ട്രാവൽ ലോക്കടാ. ഇന്ന് നമ്മുടെ അസൈൻമെന്റിന്റെ ലാസ്റ്റ് ഡേ ആന്ന്. ചെയ്യാൻ പറ്റില്ല. തിരുപ്പതിയായി. ഇനി വന്ദേ മാതരം. തുറന്നോ. അയാളെന്തി? അയാളോട് തന്നെ. സ്നൈപ്പർ. അയാളെ ഒന്നും വരില്ല. കൊന്ന്. I'm the king when I'm in the rain. I'm a G when I'm in the vein. Gone lane pics on them